കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ കൊടുത്തില്ല, കൊടുത്തില്ല, കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ വായിച്ചു കേട്ടു. ഞാൻ മനസ്സിലാക്കി. ശ്രീ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അതിനെക്കുറിച്ച് ഇവരെടുത്ത് നമ്മുടെ ധനമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചല്ലോ. ഞാനുമായി ഒരു സംവാദത്തിന്. അതായത് കേന്ദ്ര ഗവൺമെന്റ് പണം ഇങ്ങോട്ട് കൊടുത്തില്ല. ഡെഫിസിറ്റ് ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തില്ല. അത് ഇനി ഇത്രയും കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. അതിന് അദ്ദേഹം തയ്യാറായ, പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ബാലഗോപാൽ പറഞ്ഞു, ഞാൻ തയ്യാറല്ല, ഞാനത് പറയേണ്ടത് നിയമസഭയിൽ പറഞ്ഞോളാം, കാരണം അവിടെ നിന്ന് പറയാമല്ലോ. ഇപ്പം അതാണ് ലാഭണം, അവിടെ പറയാൻ പറ്റുള്ളൂ, പബ്ലിക്കിൽ പറയാൻ ഒക്കത്തില്ല. എന്നാൽ ശ്രീ വി.ഡി. സതീശനുമായിട്ട് ഇതിന് ഞാനൊരു സംവാദത്തിന് തയ്യാറാണ് എന്ന് എന്തുകൊണ്ട് ധനമന്ത്രി പറയുന്നില്ല ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ? അപ്പോൾ ഇവരുടെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും ദുർവ്യയം അതും ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ഏറ്റവും എളുപ്പ മാർഗം സെൻട്രൽ ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല, സെൻട്രൽ ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല എന്നാണ്. ഇതാണ് കാര്യം. ഇത് ഇവിടുന്ന് എന്തെങ്കിലും പണം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. കടം വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കടം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സമരമാണത്. അതായത് നമ്മളെയൊക്കെ പണം വെച്ച് വിറ്റ് നമ്മളെയൊക്കെ പണയം വെച്ചിട്ട് പണം വാങ്ങി എടുക്കുക, കടം വാങ്ങി എടുത്ത് ചെലവാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം അതേ ഇവർക്ക് അറിയാവൂ, വേറൊന്നും അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. കടം വാങ്ങി പുട്ടടിക്കുക, അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത് കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഈ കാരണം? ഇതുകൊണ്ട് അവർ കടം വാങ്ങാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ സമ്മതിക്കാത്തത്. കുറച്ച് ബോധമുള്ളതുകൊണ്ടാണ് അവിടെ അത് സമ്മതിക്കാത്ത പോകുന്നത്. കാരണം ഇത് ഇങ്ങനെ കടം വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈ കേരളീയം അതിന് ഇത്ര കോടി രൂപ, വീണ്ടും കേരളീയത്തിന് വീണ്ടും കോടിക്കണക്കിന് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് സെസ്സൊക്കെ ഏർപ്പെടുത്തി നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്ന് പണം വാങ്ങുന്നത്, പിടിച്ചു വാങ്ങുന്നത്. ആ പണമൊക്കെ എങ്ങോട്ട് പോവുകയാണ്? അതൊക്കെ എങ്ങോട്ട് പോകുന്നു ആ പണമൊക്കെ? അത് ഇതുപോലെ കറങ്ങി നടക്കാനും കേട്ടോ, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവായിലേക്ക് പോവുകയാണ്. അതാണ് ചിലവായിപ്പോയി എന്ന് പറയും. പണം ചിലവായിപ്പോയി കേട്ടോ. ഇതാണ് കാര്യം. ഈ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് ആകെപ്പാടെ കിട്ടുന്ന പെൻഷൻ അതേ ഉള്ളായിരുന്നു. അവർക്ക് ആ പെൻഷന് വേണ്ടി അതിന് പറഞ്ഞെന്താ, അവർക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. കേട്ട് കഴിഞ്ഞാൽ അവർ ടാറ്റയും ബിർളയും അല്ലെങ്കിൽ അതേപോലെ അംബാനി അദാനി മോഡലിലാണ് അവരുടെ ജീവിതം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതും അസത്യം പ്രചരിപ്പിച്ച് പോവുകയാണ്. അവസാനം അവർ മനസ്സിലാക്കി. പിന്നെ അവസാനം തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ്, അവർക്ക് കിട്ടാനുള്ള ഒരു ശകലം പെൻഷൻ അങ്ങാണ്ട് കൊടുത്തു. അതേപോലെ തന്നെ വേറെ ഒരു മനുഷ്യൻ ഈ ക്ഷേമ പെൻഷൻ ഇല്ലാതെ ആത്മഹത്യ ചെയ്തല്ലോ, കിട്ടാതെ. അപ്പോൾ പറഞ്ഞെന്താ, അത് അങ്ങനെയല്ല, അത് കൊടുത്തതാണ് കഴിഞ്ഞ മാസം, അതായത് ഡിസംബറിലെ പെൻഷൻ വരെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആകെ ഒരു മാസത്തെ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ട് 1 മാസത്തെ പെൻഷൻ കൊടുത്തതാണ് ഈ പറയുന്നത്. 5 മാസം കുടിശ്ശിക, അതിലെ 1 മാസത്തെ പെൻഷൻ കൊടുത്തതാണ് ഈ വലിയ കാര്യമായിട്ട് പറയുന്നത്. പെൻഷൻ കിട്ടത്തിൻ്റെ അല്ല, പെൻഷൻ കഴിഞ്ഞവരെ കൊടുത്തതല്ലേ. ഇതൊക്കെ ഇത്രത്തോളം കള്ളങ്ങൾ, പച്ച കള്ളങ്ങൾ പറയാൻ ഇവർക്ക് ആർക്കും നാണമില്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലല്ലോ. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് കള്ളങ്ങൾ പടച്ചു വിടുക, കള്ളങ്ങൾ വിളിച്ചു പുലമ്പുക, ഇതെല്ലാം അങ്ങ് പറയും. ഈ ജനങ്ങൾ തൊണ്ട തൊടാതെ ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവരുടെ ധാരണ. അത് ശരിയല്ല. ഇത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്നൊന്ന് മനസ്സിലാകണം. ഇപ്പൊ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞൊരു ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു വിവരമില്ലാതെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ആ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ആളുകളെ ഇന്ന് പണം പിടിച്ചു. അതെല്ലാം കൂടെ അവസാനം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് അങ്ങ് പോവാണ്. 8,000 കോടി ഇതുവരെ ആയി കേട്ടോ. ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാ ഒരു 30% ആളുകൾക്ക് പെൻഷനായിട്ട് കിട്ടണം. ശമ്പളത്തിന്റെ പകുതിയാണ് യഥാർത്ഥ പെൻഷൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ എന്ന് പറയുന്നത് ബേസിക് പേയുടെ പകുതി പെൻഷൻ, അതിൻ്റെ DAയും കിട്ടും. അപ്പോൾ അതൊരു 30% ആളുകൾക്ക് കിട്ടണമെന്നാണ് ഇന്ന് നമ്മുടെ ധനമന്ത്രിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല അതിനകത്തുനിന്ന്. ഇപ്പൊ ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് പോകുന്നവർക്ക്, പെൻഷനാവുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല. അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കവർന്നെടുത്തു എന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നാൽ അത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ഗ്രാറ്റുവിറ്റി.
എന്ന് പറയുന്ന സാധനം, അത് മാറ്റിവയ്ക്കപ്പെട്ട ഈ വേതനം അത് അവർക്ക് കിട്ടുന്നില്ല, അതില്ല. അത് ഒക്കെ ഡിനേ ചെയ്തുകൊണ്ടാണ് ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ഈ ജോലി ചേർന്ന് ഈ പങ്കാളിത്ത പെൻഷൻ അതാണ് പിന്നെ ചേരുന്നത്. അവർ പണം അങ്ങോട്ട് അടയ്ക്കണം, പെൻഷൻ ആവുന്നതിന് കിട്ടാനുള്ള പണം അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞപ്പോൾ 8,000 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലായി. ഇനി അത് തിരികെ വാങ്ങണം, അത് തിരികെ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കേട്ടോ. ചോദിച്ചാൽ വലിയ കാര്യമാണ്. കാരണം എന്താ, വേറെ 2-3 സ്റ്റേറ്റ് ഇതുപോലെ ചോദിച്ച് അവരുടെ ആ സ്കീം അവർ മാറ്റിയിട്ട് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന വർക്കബിൾ അല്ലാത്തത് കൊണ്ട് അവരത് മാറ്റിയിട്ട് അവർ സെൻട്രൽ ഗവൺമെന്റിൽ അവർ അടച്ച പൈസ ചോദിച്ചു. ഒരു മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല. അത് തന്നെ എവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി അതിന് സമരത്തിന് വേണ്ടി ഇറങ്ങണം, കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങണം. 8,000 കോടി രൂപ ഇതുപോലെ പങ്കാളിത്ത പെൻഷൻ അത് വാങ്ങിയെടുത്താൽ അതെങ്കിലും തിന്നാമല്ലോ. അത് വാങ്ങിയെടുത്ത് ഇവർക്ക് കൊടുക്കാനൊന്നുമല്ല ഈ വാങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ വാങ്ങിയെടുക്കാൻ പോകുന്നത് ഈ വിരമിച്ച ഈ പെൻഷനേഴ്സിന്റെ കയ്യിലൊന്നും ഒരിക്കലും പോകത്തില്ല. അത് കിട്ടത്തില്ല അവർക്ക്. ആ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.